എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കറ്റാർ വാഴയുടെ 2 തണ്ട് എടുത്തിട്ടുണ്ട്. കറ്റാർ വാഴയുടെ ജെല്ലും ആര്യവേപ്പിലയും കൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. കറ്റാർ വാഴ അരമണിക്കൂർ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അതിൻ്റെ ആ കറയെല്ലാം പോയതിന് ശേഷം ഇങ്ങനെ 2 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ആ വെള്ളത്തിൽ വെച്ചേക്കുക. ആ കറയെല്ലാം മൊത്തത്തിൽ മാറി കിട്ടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളമെല്ലാം ഒന്ന് തുടച്ചതിന് ശേഷം അതിൻ്റെ ജെല്ല് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈർപ്പം എല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. അതിൻ്റെ സൈഡിൽ നിന്ന് അതിൻ്റെ തൊലി കട്ട് ചെയ്യുമ്പോൾ ജെല്ല് ഇതുപോലെ പീസാക്കി എടുക്കാം. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജെല്ലെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് അരിപ്പയിൽ ഒഴിച്ച് ജെല്ലൊന്ന് അരിച്ചെടുക്കുക. അത് അരയാത്ത കൊത്തുണ്ടെങ്കിൽ വീണ്ടും മിക്സിയിലേക്ക് ഇടാം. ഇനി ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ ഇല അതിലേക്ക് നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് റോസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് 130 ml റോസ് വാട്ടറാണ്. അതിൽ നിന്ന് ഒരു 50 ml ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് റോസ് വാട്ടർ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ വേറെ മണത്തിന് വേണ്ടി വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. റോസ് വാട്ടറിൻ്റെ മണം തന്നെ ഉണ്ടാകും. ഒരു 50 ml അതിൽ ഒഴിച്ച് അരച്ചിട്ടുണ്ട്. ഇനി അതും കൂടി അരിപ്പയിൽ ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ ചാറ് മാത്രമേ എടുക്കുന്നുള്ളൂ. കൊത്തെല്ലാം അരിച്ച് മാറ്റുകയാണ്. സ്കിന്നിലുണ്ടാവുന്ന ചൊറിച്ചിലെല്ലാം മാറി സ്കിന്ന് നല്ല തിളക്കം ഉണ്ടാകാനും എല്ലാം ഈ ഒരു സോപ്പ് ഉപയോഗപ്പെടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് സോപ്പ് ബേസാണ്. ഇത് 1/2 കിലോ ആണ്. 1/2 കിലോയുടെ ഒരു കട്ടയാണ്. അതിനി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. എത്ര ചെറിയ പീസാക്കുന്നോ അത്രയും പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടും. ഇനി ചെറിയ പീസാക്കി ഈ ഒരു അളവിന് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു ബേസിനിലേക്ക് എടുത്ത് വെള്ളം തിളച്ച് കിടക്കുന്നതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. മെൽറ്റാവാത്തതും കൂടി മെൽറ്റാവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഏതാണ്ട് എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ചൂടിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അലോവേറയുടെയും ആര്യവേപ്പിൻ്റെയും ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇലയുടെ തന്നെ കളറ് നല്ലപോലെ ഉണ്ടാവും. പിന്നെ ഈ ചൂടോടെ തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഒഴിച്ച് 1 മണിക്കൂർ കഴിയുമ്പം തന്നെ തൊട്ട് നോക്കുമ്പം കട്ടിയായിട്ടുണ്ടാകും. എന്നാലും ഒരു ദിവസം കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും നല്ലത്. മോൾഡ് ഒഴിച്ചതിൻ്റെ ബാക്കി ഞാനൊരു പ്ലാസ്റ്റിക്
ഡപ്പയിലേക്ക് ഒഴിക്കുകയാണ്. വേറെ ഡപ്പയിലെല്ലാം ഒഴിക്കുന്ന സമയത്ത് അതിൽ ലേശം വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം മാത്രം ഒഴിക്കുക, ഇല്ലെങ്കിൽ ഇളകി കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. നല്ല കട്ടിയായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വേപ്പിൻ സോപ്പ് ഉണ്ടാക്കാവുന്നതാണ്. ഇതിലുള്ളത് ഒന്ന് വലിച്ചതിന് ശേഷം ഒന്ന് തട്ടുമ്പോൾ കറക്റ്റായി കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതൊന്ന് കൈയൊന്ന് തേച്ച് കഴുകി നോക്കാം. നല്ല പതയും ഉണ്ട്, നല്ല മണവും ഉണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.